പെബിൾസ് മലയാളം. ദാനം ചെയ്യാൻ പഠിക്കുക. ഒരിടത്ത് ദുനിറാം എന്നൊരു പിശുക്കനായ വ്യക്തി ജീവിച്ചിരുന്നു. ഒരു ദിവസം അയാൾക്ക് പാൻ കേക്ക് തിന്നാൻ കൊതി തോന്നി. ഞാനിത് വാങ്ങിയ കുറെ പണം ചെലവാക്കേണ്ടി വരും. അതുകൊണ്ട് ഞാനത് ഒറ്റയ്ക്കുണ്ടാക്കും. അയൽക്കാർക്ക് വാസന കിട്ടിയാൽ അവരുമായി പങ്കിടേണ്ടി വരും. അതുകൊണ്ട് ഞാൻ ടെറസിൽ പോയി ഉണ്ടാക്കട്ടെ. അവിടെ ആവുമ്പോ ആരും അറിയാനിടയില്ല. അങ്ങനെ ദുനിറാം പാൻ കേക്ക് ഉണ്ടാക്കി അത് തണുക്കാനായി കാത്തിരുന്നു. അപ്പോഴാണ് അയാൾ ഒരു ശബ്ദം കേട്ടത്. ഓം ഭവതി ഭിക്ഷാം ദേഹി. ഓ, ഇതിലെ ഒരെണ്ണം ഈ സന്യാസിക്ക് കൊടുക്കേണ്ടി വരുമല്ലോ. ദുനിറാം ഒരു പാൻ കേക്ക് എടുക്കാൻ നോക്കി. പക്ഷേ അത്ഭുതമെന്ന് പറയട്ടെ, അവയെല്ലാം ഒട്ടിപ്പിടിച്ചിരുന്നു. അയാൾ ഓരോന്നും വെവ്വേറെയാക്കാൻ ശ്രമിച്ചു. പക്ഷേ അത് നടന്നില്ല. ഓ, ഇപ്പൊ ഈ പാൻ കേക്ക് മുഴുവനും ഇയാൾക്ക് കൊടുക്കേണ്ടി വരുമല്ലോ. എന്ത് ചെയ്യും? ദുനിറാം പാൻ കേക്ക്സ് എടുത്തുകൊണ്ടുപോയി സന്യാസിക്ക് കൊടുത്തു. വിശപ്പ് തീരുന്നതുവരെ ഇഷ്ടം പോലെ കഴിച്ചോളൂ. പാൻ കേക്ക്സ് ഒന്നും എനിക്ക് വേണ്ടിയല്ല, ശ്രീബുദ്ധനും അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർക്കും വേണ്ടിയാണ്. അവരെന്നെ കാത്തിരിക്കുകയാണ്. ഓ, ശ്രീബുദ്ധനോ? എനിക്ക് മാപ്പ് തരണം. അതെനിക്കറിയില്ലായിരുന്നു. താങ്കൾക്ക് അദ്ദേഹത്തിന്റെ അനുഗ്രഹങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ എന്റെ കൂടെ വരൂ. ശ്രീബുദ്ധനെ ദർശിക്കുന്നത് എനിക്ക് അനുഗ്രഹമായിരിക്കും. എന്നെയും താങ്കളുടെ കൂടെ കൊണ്ടുപോകണം. അല്പസമയത്തിനുള്ളിൽ അവർ ശ്രീബുദ്ധന്റെ ആശ്രമത്തിൽ എത്തിച്ചേർന്നു. ശ്രീബുദ്ധൻ പാൻ കേക്ക് സ്വീകരിച്ചു. എന്നിട്ട് അവയെ തന്റെ ശിഷ്യന്മാർക്ക് വിഭാഗിച്ചു കൊടുത്തു. ദുനിറാമിനും അതിലൊരു പങ്ക് കിട്ടി. വളരെ നന്ദി ഗുരുവേ. ആഹാ, വളരെ നന്ദി ഗുരുവേ. എനിക്ക് വല്ലാത്തൊരു സംതൃപ്തി തോന്നുന്നു. നമുക്കുള്ളത് മറ്റുള്ളവരുമായി പങ്കിടുമ്പോൾ ആനന്ദമുണ്ടാകും. ദുനിറാം പാത്രത്തിൽ നോക്കിയപ്പോൾ അയാൾ അത്ഭുതപ്പെട്ടു. ഓ, എനിക്കെന്റെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഞാൻ പാൻ കേക്ക് ഇഷ്ടം പോലെ കഴിച്ചു. എന്നിട്ടും പാത്രത്തിൽ നിറയെ ഉണ്ട്. ഇതുപോലൊരു അത്ഭുതം ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടേയില്ല. ഇത് എനിക്ക് മറക്കാനാവാത്ത ഒരു ദിവസമാണ്. ദുനിറാം യാത്ര പറഞ്ഞ് തന്റെ വീട്ടിലേക്ക് തിരിച്ചുപോയി. ഇപ്പോൾ അയാൾ ആകെ മാറിയിരിക്കുന്നു. നാളെ ഞാൻ ഈ പ്രദേശത്തുള്ളവർക്കെല്ലാം പാൻ കേക്ക് ഉണ്ടാക്കി കൊടുക്കും, തീർച്ച. മൈസർ, പണവും മറ്റു സാധനങ്ങളും ആർക്കും കൊടുക്കാത്ത പിശുക്കൻ. ഡിസൈപ്പിൾ, ഒരാളുടെ നിയമങ്ങൾ വിശ്വസിച്ച് അത് മറ്റുള്ളവരെ അറിയിക്കാൻ സഹായിക്കുന്നവൻ. ബ്ലെസ്സിംഗ്, ദൈവിക സംരക്ഷണത്തിനായുള്ള പ്രാർത്ഥന. നമുക്ക് സത്യം പറയാം. ഒരു ഗ്രാമത്തിലുള്ള കാടിന്റെ സമീപത്തായി 2 മരം വെട്ടുകാർ താമസിച്ചിരുന്നു. രാമൻ എന്ന ആദ്യത്തെ മരം വെട്ടി വളരെ ആരോഗ്യവാനും സത്യസന്ധനുമായിരുന്നു. രവി എന്ന മറ്റൊരു മരം വെട്ടി മടിയനും മഹാദുഷ്ടനുമായിരുന്നു. രണ്ടുപേരും സമീപമുള്ള കാട്ടിൽ നിന്ന് മരം വെട്ടിയാണ് ജീവിതം നയിച്ചിരുന്നത്. ഒരു ദിവസം പതിവ് പോലെ അതിരാവിലെ രാമൻ ജോലി ചെയ്യാനായി പുറപ്പെട്ടു. ഓ, അവൻ അതിരാവിലെ പുറപ്പെട്ടല്ലോ. കഷ്ടം തന്നെ. ഞാൻ കുറച്ച് താമസിച്ചേ പോകൂ. ഇവന്റെ കൂടെ പോയാൽ ശരിയാവില്ല. ഇവിടെ നല്ല മരങ്ങളൊന്നും കാണുന്നില്ല. ഞാൻ ഏതായാലും നദിയുടെ മറുകരയിലേക്ക് പോട്ടെ. അവിടെ നല്ല മരങ്ങളുണ്ടാവും. അങ്ങനെ രാമൻ നദിയുടെ അടുത്തേക്ക് നടന്നു. അവിടെ അയാൾ ഒരു വലിയ മരം കണ്ടു. രാമൻ മരത്തിന്റെ മുകളിൽ കയറി മരം വെട്ടാൻ ആരംഭിച്ചു. മരം വെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ കയ്യിലുണ്ടായിരുന്ന മഴു തെന്നി നദിയിലേക്ക് വീണു. അയ്യോ, എന്റെ മഴു! അയ്യോ, ഞാനിനി എന്തു ചെയ്യും? പണം സമ്പാദിക്കാൻ എനിക്കുണ്ടായിരുന്ന ഒരേ ഒരു സ്വത്തായിരുന്നു അത്. അതില്ലാതെ ഞാനിനി എന്തു ചെയ്യും? എന്റെ ദൈവമേ, എന്നെ സഹായിക്കൂ. അയാൾ കരഞ്ഞുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചു. ദൈവം അയാളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകി. എന്തിനാണ് കരയുന്നത് മകനെ? ദേവി, എന്റെ മഴു ഈ നദിയിൽ വീണുപോയി. എന്നെ ഒന്ന് സഹായിക്കൂ. വിഷമിക്കേണ്ട, മഴു ഞാൻ എടുത്തു തരാം. ദേവി
നദിയിൽ നിന്ന് ഒരു മഴു എടുത്തു. അത് തിളങ്ങി, കാരണം അത് സ്വർണം കൊണ്ടുള്ളതായിരുന്നു. ഇത് നിന്റെ മഴുവാണോ മകനെ? അല്ല ദേവി, അതെന്റെ മഴുവല്ല. ദേവി വീണ്ടും നദിയിൽ നിന്ന് മറ്റൊരു മഴു എടുത്തു. അത് വെള്ളി കൊണ്ടുള്ളതായിരുന്നു. മകനെ, ഇത് നിന്റെ മഴുവാണോ? അല്ല ദേവി. പിന്നീട് ദേവി ഇരുമ്പ് കൊണ്ടുണ്ടാക്കിയ മറ്റൊരു മഴു കൊണ്ടുവന്നു. അപ്പോൾ ഇതാണോ നിന്റേത്? അതെ ദേവി, ഈ മഴുവാണ് എന്റേത്. മകനെ, നിന്റെ സത്യസന്ധതയിൽ നാം സന്തോഷിക്കുന്നു. ഈ 3 മഴുവും നിനക്കുള്ളതാണ്. ഇത് നിന്റെ സത്യസന്ധതയ്ക്കുള്ള പാരിതോഷികമാണ്. ഇത് 3ഉം നിനക്കാണ്. രാമൻ ആ 3 മഴുവും എടുത്തുകൊണ്ട് സന്തോഷത്തോടെ വീട്ടിലേക്ക് മടങ്ങി. അടുത്ത ദിവസം അയാൾ സ്വർണമഴു വിറ്റ് പണക്കാരനായി. എങ്ങനെയാണ് ഇവൻ ഒറ്റ രാത്രി കൊണ്ട് പണക്കാരനായത്? രവി ആ രഹസ്യം എങ്ങനെയോ മനസ്സിലാക്കി. എന്നിട്ട് അതേപോലെ ചെയ്യാൻ തീരുമാനിച്ചു. പക്ഷേ രവി കരുതിക്കൂട്ടി തന്റെ മഴു നദിയിലേക്കിട്ടു. ദൈവമേ, എന്റെ മഴു എത്രയും വേഗം ഒന്ന് എടുത്തു തരാമോ? ദേവി പ്രത്യക്ഷയായി. എന്തിനാണ് കരയുന്നത് മകനെ? ദേവി, എന്റെ മഴു നദിയിൽ വീണു. എന്നെ സഹായിക്കണം. ആ മഴു എടുത്തു തരണം. ഇവൻ എന്റെ അടുത്ത് കളിക്കുകയാണ്. ഞാൻ ഇവനെ ഒരു പാഠം പഠിപ്പിക്കും. ദേവി ആദ്യം അവന്റെ ഇരുമ്പ് മഴു പുറത്തെടുത്തു. ഇതാണോ നിന്റെ മഴു? അല്ല, രാം എന്നോട് പറഞ്ഞത് ആദ്യം സ്വർണ്ണമഴു കാണിച്ചു എന്നായിരുന്നല്ലോ. പക്ഷേ ഇപ്പൊ ദേവി കാണിക്കുന്നത് ഇരുമ്പിന്റെ മഴുവാണല്ലോ. അത് സാരമില്ല, എന്തായാലും ഉത്തരം പറയാം. അല്ല, ഇതെന്റെ മഴു അല്ല. ഇതല്ല. ദേവി പിന്നീടൊരു വെള്ളി മഴു പുറത്തു കൊണ്ടുവന്നു. എന്നിട്ട് അയാളെ കാണിച്ചു. ഇതാണോ നിന്റെ മഴു? അല്ല അല്ല, ഇതും എന്റെ മഴു അല്ല. അപ്പോൾ ദേവി സ്വർണമഴു എടുത്തുകൊണ്ടുവന്നു. അപ്പോൾ ഇതാണോ നിന്റെ മഴു? അതെ അതെ അതെ, ഇത് തന്നെയാണ് എന്റെ മഴു. ഇത് തന്നെ. ദേവി വല്ലാതെ കോപിഷ്ഠയായി. എന്തൊരു ധൈര്യമാണിത്? എന്നോട് നുണ പറയുന്നോ? നുണ പറയുന്നതിന് നീ ശിക്ഷിക്കപ്പെടണം. ഇതും പറഞ്ഞ് ദേവി മഴുവും കൊണ്ട് അദൃശ്യയായി. എന്റെ മഴു, എന്റെ മഴു! ദേവി, നുണ പറഞ്ഞതിന് എന്നോട് ദയവായി ക്ഷമിക്കണം. എന്റെ ഇരുമ്പ് മഴു തിരിച്ചു തരൂ. എന്റെ ദൈവമേ, ഞാനിനി എന്തു ചെയ്യും? അയാളുടെ നിലവിളിക്ക് ഒരു പ്രയോജനവും ഉണ്ടായില്ല. രവി മഴു ഇല്ലാതെ വീട്ടിലേക്ക് മടങ്ങി. അതായിരുന്നു അയാളുടെ ഒരേ ഒരു സ്വത്ത്. പക്ഷേ അയാൾ ഒരു പാഠം പഠിച്ചു. മീൻ യാതൊരു ഔദാര്യവും കാണിക്കാത്ത സ്വഭാവമുള്ളവൻ. ഗ്ലിറ്റർ നല്ല പ്രകാശമുള്ള വെളിച്ചം പരത്തുന്ന സ്വഭാവം. ഡെലിബ്രേറ്റ്ലി കരുതിക്കൂട്ടി. പെബിൾസ് മലയാളം